നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മാള സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ മാർച്ച് 14 നടക്കും. രാവിലെ 10 മണിക്ക് മാള സെന്ററിൽ നടക്കുന്ന പരിപാടി ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. 24 ചാനൽ അവതാരകനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ഹാഷ്മി താജ് ഇബ്രാഹിം മുഖ്യാതിഥിയായിരിക്കും. ആൽഫ മാള കുടുംബത്തിലെ മുതിർന്ന അംഗം സുരേന്ദ്രൻ തൈവാലത്ത് തറക്കല്ലിടൽ നടത്തും. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോഷി കാഞ്ഞൂത്തറ തുടങ്ങിയവർ ആശംസകൾ നേരും. ഫിസിയോതെറാപ്പി സേവനം ആവശ്യമുള്ളവർക്ക് കിടത്തി ചികിത്സ, ഡയാലിസിസ്, ശാരീരിക തളർച്ചയുള്ളവർക്കായി ദീർഘകാല പരിചരണ കേന്ദ്രം തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഹോസ്പീസായി ഇതോടെ ആൽഫ മാള സെന്റർ മാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുതിയ ആൽഫ ഹോസ്പീസിലേക്ക് ദേശീയപാതയിൽ നിന്നുള്ള റോഡിനിരുവശവും ഫലവൃക്ഷ തൈകൾ നട്ടു. ചെയർമാൻ KM നൂറുദ്ദീൻ നേതൃത്വം നൽകുകയും ആദ്യ തൈകൾ നടുകയും ചെയ്തു. ഹോസ്പീസ് പ്രോജക്ട് ഡയറക്ടർ പൗലോസ്, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, അക്കൗണ്ട്സ് മാനേജർ സനോജ് മോഹൻ, ആർക്കിടെക്ട് ഷാരോൺ, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത 66 നിന്ന് പുതിയ ആൽഫ ഹോസ്പീസിലേക്ക് 220 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മിക്കുന്നത്. ആൽഫ കുട്ടനാട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ അധ്യക്ഷത വഹിച്ചു. അനിൽ വെറ്റിലക്കണ്ടം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു, വാർഡ് മെമ്പർ ബിനു സുരേഷ്, മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, വനിതാ സംരംഭക ലിജു P, ആശാ വർക്കർ സതി, കുട്ടനാട് സെന്ററിലെ വനിതാ സ്റ്റാഫുകളായ സിസ്റ്റർ ലിജി മാത്യു, മഞ്ജു ജ്യോതി, ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചു ഉമേഷ്, അക്കൗണ്ടന്റ് സംഗീത, ഓഫീസ് അസിസ്റ്റന്റ് പ്രസീത, വോളണ്ടിയർമാരായ നിർമ്മല ടീച്ചർ, ബെറ്റി ടീച്ചർ, സൂസൻ ടീച്ചർ, കേണൽ ലളിത, കെയർ ഗിവർമാർ എന്നിവരെ ആദരിച്ചു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം ബിനു സുരേഷും ബിനു ഐസക് രാജുവും സെന്റർ സെക്രട്ടറി MG കൊച്ചുമോൻ, സെന്റർ പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ എന്നിവരിൽ നിന്ന് കൂപ്പൺ ബുക്കുകൾ സ്വീകരിച്ച് നിർവഹിച്ചു. സെന്ററിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സിസ്റ്റർ മഹിമ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ക്രാഫ്റ്റ് വിത്ത് കറേജ് സ്വയം സഹായ സംഘത്തിന്റെ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ക്രിയേറ്റീവ് ക്രാഫ്റ്റ് പരിശീലകയായ ഭാഗ്യലക്ഷ്മി പുതിയ കലാസൃഷ്ടികളുടെ പരിശീലന ക്ലാസ് നയിച്ചു. ഫിസിയോതെറാപ്പി സേവനം നേടുന്നവരും കുടുംബാംഗങ്ങളും നിർമ്മിച്ച പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്നും കിട്ടിയ ആദ്യ പ്രതിഫലത്തിന്റെ വിതരണം ക്രാഫ്റ്റ് വിത്ത് കറേജ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് കൃഷ്ണകുമാർ നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് മുട്ടാർ നന്ദി പറഞ്ഞു. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിന്റെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് മേഖലയിലെ ജീവകാരുണ്യ സംഘടനയായ അലർട്ട് കൊടുങ്ങല്ലൂർ ആൽഫയെ അനുമോദിച്ചു. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലാണ് അനുമോദനം നൽകിയത്. സെന്റർ പ്രസിഡന്റ് KA ഖദീജ B, ട്രഷറർ ഫസീല ടീച്ചർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.